വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനിൽ വാൾവ് തകർന്നു വെള്ളം പാഴായി പോകുന്നു. തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടലിലാണ് പൈപ്പ് ലൈനിലെ വാൾവ് തകർന്ന് കുടിവെള്ളം പാഴാകുന്നത്. ചൂണ്ടൽ ഐസ് പ്ലാന്റിനും ഹോട്ടൽ ആര്യാസിനും മധ്യയായി പാതയോരത്തുകൂടി കടന്നുപോകുന്ന പൈപ്പിന്റെ വാൾവാണ് തകർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വാൾവ് തകർന്നതെന്നാണ് കരുതുന്നത്. വാൾവ് തകർന്നതിനെ തുടർന്ന് ലൈനിനേക്കാൾ ഉയരത്തിൽ വെള്ളം ഉയർന്നു പോകുന്ന സാഹചര്യമാണ് ബുധനാഴ്ച രാവിലെ ഉണ്ടായിരുന്നത്. വൈദ്യുതി കമ്പിയിലേക്ക് വെള്ളം ശക്തമായി അടിക്കുന്ന സാഹചര്യത്തിൽ പാറന്നൂരിലെ വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ജൂലറ്റ് വിനു കെഎസ്ഇബി അധികൃതരെ വിവരമറിയിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതരെയും ഫോണിൽ വിളിച്ച് വെള്ളം പാഴായി പോകുന്നതിനെക്കുറിച്ച് ധരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പൈപ്പ് പൊട്ടിയതെന്ന് കരുതുന്നു. രാവിലെ ഏകദേശം 15 അടി ഉയരത്തിലാണ് വെള്ളം ഉയർന്നു പൊങ്ങി പാഴായി പോയിരുന്നത്. ഈ സമയം റോഡിലൂടെ കടന്നുപോയ വാഹനയാത്രികർ ഉൾപ്പെടെയുള്ളവർ നനയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഏകദേശം 12 മണിക്കൂറിലധികം പിന്നിടുമ്പോഴും വാൾവ് പുനഃസ്ഥാപിക്കാനോ കുടിവെള്ളം പാഴാകുന്നത് തടയാനോ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പല മേഖലകളിലും കുടിനീര് കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത്. ഇന്നലെ രാത്രിയാണ് പൊട്ടിയെന്നാണ് നമ്മൾ വിചാരിച്ചത്. നല്ല ലെവൽ ഗെയിലും കൂടി തട്ടിയിട്ടാണ് വെള്ളം പോയത്. അപ്പോൾ തന്നെ നമ്മൾ കെഎസ്ഇബിയിൽ വാട്ടർ അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വെള്ളം കൊണ്ടുവന്ന് അടിയന്തരമായി നിർത്താൻ ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. CCTV ന്യൂസ്, കേച്ചേരി.